ലണ്ടൻ ടവറിലെ കാവൽക്കാർക്ക് ആ പേര് എങ്ങനെ വന്നു? കൗതുകമുണർത്തുന്ന ബിഫീറ്റർ ചരിത്രം. ലണ്ടൻ നഗരത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഇഴചേർന്നു നിൽക്കുന്ന തേംസ് നദീകരയിലെ 1000-ലധികം വർഷം പഴക്കമുള്ള കൊട്ടാര സമുച്ചയമാണ് ലണ്ടൻ ടവർ എന്ന് പറയുന്നത്. ഏകദേശം 400ഓളം വർഷങ്ങൾ ബ്രിട്ടീഷ് രാജകുടുംബങ്ങൾ ഔദ്യോഗികമായിട്ട് താമസിച്ചിരുന്ന ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള കൊട്ടാരം ഇന്ന് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പേറുന്ന ഈ വലിയ കോട്ടമതിലുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കൗതുകകരമായിട്ടുള്ള കഥകൾ വളരെ നിരവധിയാണ്. ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സമുച്ചയത്തിൻ്റെ സുരക്ഷയും അതേപോലെ തന്നെ പരിപാലനവും എല്ലാം തന്നെ ഇന്നും അതിഗൗരവത്തോടെ ചുമതല വഹിക്കുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും പഴയ കാവൽ സേനയായിട്ടുള്ള യോമൻ വാർഡേഴ്സാണ്. തങ്ങളുടെ സവിശേഷമായിട്ടുള്ള ഔദ്യോഗിക പദവിയും മനോഹരവും ആകർഷകവുമായിട്ടുള്ള വേഷഭൂഷാദികളും കൊണ്ട് ലോകമെമ്പാടും ഏറെ ശ്രദ്ധേയമാണ് യോമൻ വാർഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർ. രാജകീയ ചടങ്ങുകളിലും കൊട്ടാര സന്ദർശന വേളകളിലും ഇവരുടെ സാന്നിധ്യം സഞ്ചാരികൾക്ക് എപ്പോഴും കൗതുകം പകരുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ സ്വന്തം ഔദ്യോഗിക നാമത്തേക്കാളേറെ ഇവരെ ലോകമെമ്പാടും അറിയപ്പെടുന്നത് തികച്ചും കൗതുകകരമായിട്ടുള്ള മറ്റൊരു ഇരട്ട പേരിലാണ്. എന്ന് വെച്ചാൽ ബിഫീറ്റർ എന്ന വിളിപ്പേരിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രസകരവും അവിശ്വസനീയവുമായിട്ടുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് എന്നത് ഈ സേനയുടെ മാത്രം പ്രത്യേകതയാണ്. ഔദ്യോഗിക രേഖകളേക്കാൾ ജനങ്ങളുടെ നാവിലെ ഈ പേര് സ്ഥിരമായിട്ട് ഉറച്ചുപോയതിന് പിന്നിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഭക്ഷണക്രമവും സാമൂഹിക അവസ്ഥയുമാണ് പ്രധാന കാരണമായിട്ട് വർത്തിച്ചത്. 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ മാട്ടിറച്ചിക്ക് അക്കാലത്ത് വളരെയധികം വലിയ തീവിലയും ക്ഷാമവുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ എന്നും മാട്ടിറച്ചിയോ ഒക്കെ തന്നെ കഴിക്കണമെങ്കിൽ അത് കൃത്യമായി കഴിക്കുക എന്നത് സമൂഹത്തിലെ അതിസമ്പന്നർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ മാത്രം സാധിക്കുന്ന ഒരു വലിയ കാര്യമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അന്നത്തെ നിത്യേനയുള്ള ഭക്ഷണ മെനുവിൽ പച്ചക്കറികളും ബ്രെഡും പിന്നെ വളരെ ചെറിയ അളവിലുള്ള ലഭിക്കുന്ന പന്നി ഇറച്ചിയും ഒക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ലണ്ടൻ ടവറിലെ കാവൽക്കാരുടെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതേപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതുമായിരുന്നു. കൊട്ടാരത്തിൻ്റെയും രാജകുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ സുരക്ഷ പോലെയുള്ള അതിപ്രധാനമായിട്ടുള്ള ചുമതലകൾ രാവും പകലും വഹിച്ചിരുന്നതിനാൽ അവർക്ക് സർക്കാരിൻ്റെ വകയായിട്ട് പ്രതിദിനം ധാരാളം ബീഫ് റേഷനായിട്ട് ലഭിച്ചിരുന്നു. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ അസൂയയോടെയായിട്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്നത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല, അവർക്ക് മാത്രം പ്രത്യേകമായിട്ട് അത് കൊടുക്കുന്നു എന്നുള്ളത് വളരെ അസൂയകരമായിട്ടാണ് അന്നത്തെ ജനങ്ങൾ അത് കണ്ടിരുന്നത്. ഈ സവിശേഷ സംഭവം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവം യാദൃച്ഛികമായിട്ടുണ്ടായത് അതായത് 1969 അക്കാലത്ത് ടസ്കനിയിലെ പ്രഭുവായിട്ടുള്ള കോസിയോ മൂന്നാമൻ ലണ്ടൻ നഗരം സന്ദർശിക്കുകയുണ്ടായി. കൊട്ടാരത്തിലെ കാവൽക്കാരുടെ പ്രവർത്തന രീതിയും അതേപോലെ തന്നെ കഠിനാധ്വാനവും അവരുടെ അന്നത്തെ ജീവിത രീതിയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച അദ്ദേഹം ഇവർക്ക് സർക്കാർ വകയായിട്ട് ധാരാളം ബീഫ് റേഷനായിട്ട് ലഭിക്കുന്നുണ്ടല്ലോ എന്ന് കൃത്യമായി മനസ്സിലാക്കി. തുടർന്ന് അദ്ദേഹം ഇവരെ വിശേഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ശരിക്കും ബീഫ് തീറ്റക്കാർ തന്നെയാണെന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഉണ്ടായത്. ഇറ്റാലിയൻ പ്രഭുവിൻ്റെ ഈ സവിശേഷമായ പരാമർശവും അതേപോലെ തന്നെ നിരീക്ഷണവും പിന്നീട് കൊട്ടാരത്തിലും പരിസരങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഇതോടുകൂടിയിട്ട് ബിഫീറ്റർ എന്ന വിളിപ്പേര് ലണ്ടൻ ടവർ കാവൽക്കാരുടെ ഔദ്യോഗിക പേരിനൊപ്പം ചേർന്ന് സ്ഥിരമായിട്ട് വേരുറച്ചു പോവുകയായിരുന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും ബിഫീറ്റർ എന്ന പദം പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് ലണ്ടൻ ടവറിലെ ഈ പ്രത്യേക കാവൽക്കാരെ തന്നെയാണ്. കാലമേറെ മാറിയെങ്കിലും ഇന്നും ഈ പദവിയിൽ അഭിമാനത്തോടു കൂടിയിട്ട് തുടരുന്നവർക്ക് ഈ ചരിത്രപരമായിട്ടുള്ള ഇരട്ടപ്പേര് വലിയൊരു അംഗീകാരം കൂടിയാണ്. ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് ഭാഷാശാസ്ത്രപരമായിട്ടും സാങ്കേതികപരമായിട്ടും ഒക്കെ തന്നെ ഇത് ശരിയാണെങ്കിലും സ്ഥിരമായിട്ട് ബീഫ് കഴിക്കുന്ന സാധാരണക്കാരെ ആരും ഇന്നുവരെ ബിഫീറ്റർ എന്ന് വിളിക്കാറില്ല എന്നത് മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. ചരിത്രപരമായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളും പ്രമുഖ വ്യക്തികളുടെ നിരീക്ഷണങ്ങളും ചേർന്ന് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം സ്വന്തമായി നൽകിയ പ്രത്യേകമായൊരു പേരായി മാത്രമാണ് ഇത് അവശേഷിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് അടർത്തിയെടുത്ത ഈ കഥ
ലണ്ടൻ ടവറിൻ്റെ സന്ദർശകർക്ക് ഇന്നും വലിയ അത്ഭുതവും കൗതുകവുമാണ് സമ്മാനിക്കുന്നത്. രാജകീയ പ്രൗഢിയും കാവൽക്കാരുടെ ഒരു കഠിനാധ്വാനവും ഒപ്പം അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ ഒരുപോലെ വിളിച്ചോതുന്ന ഒന്നായിട്ട് ഈ പേര് ചരിത്രത്തിൽ എക്കാലത്തും നിലകൊള്ളും.